ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ നോക്കാം. BSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ എ രാജരാജനാണ്. ആരാണ്? ഡോക്ടർ എ രാജരാജൻ. MD വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതിയത് ആരാണ്? കെ ശ്രീകുമാറാണ് MD വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതിയത്. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? KR മീരയാണ്. 2025 മാറ്റി ഡോഗൺ പുരസ്കാരത്തിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? KG സന്ധ്യയ്ക്കാണ് 2025 മാറ്റി ഡോഗൺ പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹാർദ്ദ AI ചാറ്റ്ബോട്ട് ഏതാണ്? ബേബി ഗ്രോക്ക്. ചാറ്റ്ബോട്ടിൻ്റെ പേരേതാണ്? ബേബി ഗ്രോക്ക്. ക്രാഷെനിനിക്കോവ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യയിലാണ് ക്രാഷെനിനിക്കോവ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ES പത്മകുമാറാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? സിക്കിമിലാണ്. കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം ഏതാണ്? റോബസ്റ്റ കാപ്പി. ഭാരത് ബയോടെക്കിൻ്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കൊച്ചിയിലാണ് സ്ഥാപിതമാകുന്നത്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ലിറിയോതെമിസ് അബ്രഹാമി ഏത് ഇനം ജീവിവർഗമാണ്? തുമ്പിയാണ് ലിറിയോതെമിസ് അബ്രഹാമി എന്ന് പറയുന്നത്. 2025 ഓഗസ്റ്റിൽ UK നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഫ്ലോറിസ്. കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് ഏതാണ്? മേടയാണ്. കോഴിക്കോട് വേങ്ങരയുള്ള മേടയാണ് കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? OK വാസുവാണ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രമുഖ അർബുദരോഗ ഗവേഷകൻ ആരാണ്? ഡോക്ടർ R ശങ്കരനാരായൺ. അപ്പോൾ ഡോക്ടർ R ശങ്കരനാരായൺ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? അർബുദരോഗ ഗവേഷകനായിരുന്നു. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രി ആരാണ്? ഷിബു സോറൻ അന്തരിച്ചു. ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് വരുന്നത്? അസമിലാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം നിലവിൽ വന്നത് എവിടെയാണ്? സിഗഡൂർ പാലം. സിഗഡൂറിലാണ് വന്നത്. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരത്തിന് അർഹനായ തെയ്യം കലാകാരൻ ആരാണ്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അപ്പം നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരത്തിന് അർഹനായ തെയ്യം കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. 2025 കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ് കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ 2025 വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരം. 2025 ഹരേല ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി 5 ലക്ഷം വൃക്ഷത്തൈകൾ നടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിലാണ്. കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഏതാണ്? ഹോം ഷോപ്പ്. കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം ഏതാണ്? അമ്പലവയലാണ്. ദേശീയ ജാവലിൻ ത്രോ ദിനം എന്നാണ്? ദിനമാണ് ഓഗസ്റ്റ് 7 ആണ്. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? മാൾട്ടയിലാണ്. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 74 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ മത്സരിക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ്. ദേശീയ കൈത്തറി ദിനം എന്നാണ്? കൈത്തറി ദിനവും എന്നാണ്? ഓഗസ്റ്റ് 7 ആണ്. മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന
ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. കാരുണ്യസ്പർശം പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാരുണ്യസ്പർശം പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റേഷൻ വ്യാപാരികൾ. സംസ്ഥാനത്തെ ആദ്യത്തെ സാനിറ്ററി വേസ്റ്റ് എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? വർക്കലയിലാണ് നിലവിൽ വരുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. 2025 ഓഗസ്റ്റിൽ പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 ഓഗസ്റ്റിൽ പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ വേദിയാകുന്നത് എവിടെയാണ്? 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ മഹാബലിപുരമാണ് വേദിയാകുന്നത്. അയ്യങ്കാളി പ്രതിഭ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പ്രസീത ചാലക്കുടിക്കാണ് അയ്യങ്കാളി പ്രതിഭ പുരസ്കാരം ലഭിച്ചത്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച L. ഗണേശ്വരൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? നാഗാലാൻഡിൻ്റെ ഗവർണറായിരുന്നു L. ഗണേശ്വരൻ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. 2025 മിന്നൽ പ്രളയമുണ്ടായ ചശോദി ഗ്രാമം ഏതാണ്? ചാശോദി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ചശോദി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കെ-ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫിബോ എന്ന് പറയുന്ന കടുവയാണ് കെ-ഫോണിൻ്റെ ഭാഗ്യചിഹ്നം. സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കുന്ന കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവർ ആരാണ്? ജ്യോതി. 2025 ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരയാടുള്ള സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് വരയാടുകളുടെ എണ്ണം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 2025 ഓഗസ്റ്റിൽ സീനിയർ പുരുഷ ഫുട്ബോൾ നാഷണൽ ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? ഖാലിദ് ജാമിൽ. 2025 ഓഗസ്റ്റിൽ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതാണ്? ഉത്തരാഖണ്ഡിലെ ഗ്രാമത്തിൽ ഒരു മിന്നൽ പ്രളയമുണ്ടായി. ഏത് ഗ്രാമമാണ്? ദരാലി. P4 സീറോ പോവർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ജന്മശതാബ്ദി കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? ജന്മശതാബ്ദി കോൺഫറൻസിന് വേദിയാകുന്നത് ന്യൂഡൽഹി. 2025 ഓഗസ്റ്റിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയ പുതുക്കിയ ഇറക്കുമതി ചുങ്കം എത്രയാണ്? 50% അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ പുതുക്കിയ ഇറക്കുമതി ചുങ്കം. എമർജൻസി വെഹിക്കിൾ പ്രയോറിറ്റി സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി നാറ്റ്പാക്കുമായി സഹകരിച്ച സ്ഥാപനം ഏതാണ്? കെൽട്രോൺ ആണ്. അടുത്തിടെ അസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച പർപ്പിൾ നിറത്തിലുള്ള അരിയിനം ഏതാണെന്ന് വെച്ചാൽ ലെബന്യ അരി എവിടെയാണ്? അസമിലുള്ള ഒരു അരിയാണ് ലെബന്യ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ബോബ് സിംപ്സൺ ഏത് രാജ്യത്തെ മുൻ ക്രിക്കറ്റ് താരമായിരുന്നു? ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് താരമായിരുന്നു ബോബ് സിംപ്സൺ ക്രിക്കറ്റ് താരമായിരുന്നു. ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് താരമായിരുന്നു. 2025 ഓഗസ്റ്റിൽ ഷിൻമോഡേക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം എവിടെയാണ്? 2025 ഓഗസ്റ്റിൽ ഷിൻമോഡേക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കറണ്ട് അഫേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അതത് ദിവസത്തെ കറണ്ട് അഫേഴ്സ് എഴുതി വെച്ച് പഠിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം.